ഇത് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ 2-ാം വാർഡിൽ മങ്ങാട്ടുകരയിൽ നിന്നുള്ളൊരു ദൃശ്യമാണ്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മുഹൂർത്തം. ഇതാട്ടോ പാറേക്കാട്ടിൽ കുഞ്ചാക്കോ ചേട്ടൻ്റെ മകൻ ശ്രീ ജോയ് പാറേക്കാട്ടിലിൻ്റെ പുതിയ ഭവനം. ഇന്നലെയായിരുന്നു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ. അമ്മ എന്നാണ് വീടിന് പേര് നൽകിയിരിക്കുന്നത്. താഴെ 4 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമുമാണ് ഉള്ളത്. താഴെ നിന്ന് മുകളിലേക്ക് പോകുവാനായി ലിഫ്റ്റിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2 മിനി തിയേറ്ററുകൾ മുകളിൽ തന്നെയുണ്ട്. കൂടാതെ ടേബിൾ ടെന്നീസും ബില്യാർഡ്സും എന്നിവ കളിക്കുവാനുള്ള സൗകര്യം, ജിമ്മിനായുള്ള സൗകര്യം, അങ്ങനെ പലതുമുണ്ട്. വിസ്താരമായ ഒരു ഹാളാണുള്ളത്. പിന്നെ വെജും നോൺ വെജും പാചകം ചെയ്യാനായി സെപ്പറേറ്റ് കിച്ചൺ. വീടിൻ്റെ മുമ്പിലും പിറകിലും ഭംഗിയായി മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. 2 സ്ഥലത്തും വാട്ടർഫാൾസ് ഉണ്ട്. പിന്നെ താഴെ സ്വിമ്മിംഗ് പൂൾ, ടെന്നീസ് കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിവയുണ്ട്. പിന്നെ പശുക്കൾ, ആടുകൾ, കിളികൾ എന്നിവ വളർത്തുവാനുള്ള ഒരു വിസ്താരമായ കാറ്റിൽ ഷെഡുമുണ്ട്. മട്ടുപ്പാവിലിരുന്ന് ടീ അഥവാ കോഫി എന്നിവ കുടിച്ച് എല്ലാ കാഴ്ചകളും കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുള്ള സൗകര്യവുമുണ്ട്. വീടിന് ചുറ്റും നടക്കുവാനുള്ള സൗകര്യമുണ്ട്. മോർണിംഗ് വാക്കും ഈവനിംഗ് വാക്കും അവിടെ തന്നെ ആകാം. എല്ലാം കൊണ്ടും മനോഹരം. ഗാർഗിക്ക് വളരെ ഇഷ്ടമായിട്ടോ. അവൾ ലൈറ്റിങ്ങും വാട്ടർഫാളും പുൽപ്പരപ്പും ഒക്കെ ആസ്വദിച്ച് കാണുന്നുണ്ടായിരുന്നു. വന്ന എല്ലാവർക്കും വിവിധ തരത്തിലുള്ള ജ്യൂസ്, ടീ, സ്നാക്സ് കൊണ്ട് സ്വീകരിച്ചു. ഇവയെല്ലാം വീടിന് പുറമെ ആ കോമ്പൗണ്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മങ്ങാട്ടുകരയിൽ ഒരു റിസോർട്ടുണ്ട്. ദ വില്ലേജ് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. ദ വില്ലേജിൽ വെച്ചായിരുന്നു കലാപരിപാടികളും ഡിന്നറും ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. സ്വാദിഷ്ടമായ വെജ് ആൻഡ് നോൺ വെജ് ഡിന്നർ, ഒപ്പം സാലഡുകളും ഐസ്ക്രീമും സ്വീറ്റ്സും ഡെസേർട്ട്സും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ സായാഹ്നം അവിസ്മരണീയമായിരുന്നു. നാടൊന്നാകെ ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ അവസരം ഒരുക്കി തന്ന ജോയ് ചേട്ടനും കുടുംബത്തിനും നന്ദി. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.